നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കൂടല്ലൂർ ജാറം കടവിലെ റോഡ് മണ്ണിടിഞ്ഞ് തകർന്നു. ഇലക്ട്രിക് പോസ്റ്റും മരങ്ങളും കടപുഴകി വീണു. റോഡിന്റെ പകുതി ഭാഗവും മണ്ണിടിഞ്ഞ് തകർന്ന അവസ്ഥയിലാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. ഇലക്ട്രിക് പോസ്റ്റും മരങ്ങളും കടപുഴകി വീണു. റോഡ് ഗതാഗതം നിരോധിച്ചതിനാൽ ഈ പ്രദേശം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുഴയുടെ പാർശ്വഭിത്തി കെട്ടി തീരം സംരക്ഷിക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യം ആരും പരിഗണിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കാലവർഷം ശക്തമാകുമ്പോൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് വാർഡ് മെമ്പറും MLAയും ഇടപെട്ട് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. തൃത്താല വെള്ളിയാങ്കല്ല് കൊടിക്കുന്ന് റോഡരികുകളിൽ ദിശയില്ലാതെ തലതിരിഞ്ഞ് ദിശാ ബോർഡുകൾ. ചില ബോർഡുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിലുമാണ്. വാഹനയാത്രക്കാർക്കും വഴിയാത്രക്കാർക്കും വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദിശകൾ അറിയുന്നതിനായും മറ്റും സ്ഥാപിച്ച ബോർഡുകൾ പലതും തലതിരിഞ്ഞ നിലയിലും മറിഞ്ഞു വീണ നിലയിലുമാണ്. തൃത്താല വെള്ളിയാങ്കല്ല് മുതൽ കൊടിക്കുന്ന് വരെയുള്ള റോഡരികുകളിലാണ് ഈ തലതിരിഞ്ഞ കാഴ്ചകളുള്ളത്. ചില ദിശാസൂചികാ ബോർഡുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട്. പ്രധാന ജംഗ്ഷനുകളിലും റോഡ് സംഗമസ്ഥാനങ്ങളിലും വഴിയോരങ്ങളിലുമാണ് ഇത്തരം ബോർഡുകൾ കാണാനാവുക. അപകടങ്ങൾ സംഭവിക്കുമ്പോഴോ കാലപ്പഴക്കം മൂലമോ മറ്റു കാരണങ്ങളാലോ തകർന്നതിനെ തുടർന്നാണ് ഈ നിലയിലേക്കെത്തിയത്. നല്ല ബോർഡുകളെയെല്ലാം വള്ളിപ്പടപ്പ് മറച്ച നിലയിലാണ്. ഇത്തരത്തിൽ ബോർഡുകൾ റോഡരികിലെ കാടുപിടിച്ച ഭാഗങ്ങളിലും മാലിന്യങ്ങൾക്കിടയിലും കിടക്കുന്നത് അധികൃതരുടെ അനാസ്ഥയാണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. മറ്റിടങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാർക്കും വിവിധ സർക്കാർ ഓഫീസുകൾ, സ്ഥാപനങ്ങൾ, ടൗൺ കേന്ദ്രങ്ങൾ എന്നിവ കണ്ടെത്താൻ ദിശാ ബോർഡുകൾ ഏറെ സഹായകരമാണ്. എന്നാൽ പല സ്ഥലങ്ങളിലും ബോർഡുകൾ ഇല്ലാത്തത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു. തകർന്നതും ഉപയോഗശൂന്യതുമായ ബോർഡുകൾ നീക്കം ചെയ്യുകയും ആവശ്യമായ സ്ഥലങ്ങളിൽ പുതിയത് സ്ഥാപിക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. CCTVയുടെ 20ാമത് CCTV വിദ്യാഭ്യാസ പുരസ്കാരദാനം ജൂൺ 20 ശനിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകി ആദരിക്കും. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങാണ് ഈ വരുന്ന 20ാം തീയതി ശനിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്നത്. പിന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി OJ ജനീഷാണ്. അതിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത് നമ്മുടെ സ്ഥലം MLA AC മൊയ്തീൻ അവർകളാണ്. പിന്നെ അതിൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ MLAമാരും പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ തൃത്താല MLA, അതുപോലെ പ്രദീപ്, മണലൂർ MLA, ഗുരുവായൂർ MLA ഒക്കെ നമ്മൾ അതിലവർ ഈ നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മികച്ച പഠന നിലവാരം പുലർത്തിയ നിർധന കുടുംബത്തിലെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്യും. കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. വ്യത്യസ്ത മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളായ ഡോക്ടർ CJ ജോസ്, ഡോക്ടർ റാണി മേനോൻ, സദനം രാമൻകുട്ടി നായർ, ശിവദാസൻ ചിത്രാമ്പരി, രജനി മുരളി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. മികച്ച യുവ സംരംഭകനായ NJ അനൂപിനെ സംരംഭകമിത്ര പുരസ്കാരം നൽകിയും അപകടങ്ങളിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവിതം ഉഴിഞ്ഞുവെച്ച ആംബുലൻസ് ഡ്രൈവർ PM ഷെരീഫിനെ കാരുണ്യമിത്ര പുരസ്കാരം നൽകിയും ആദരിക്കും. വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥി പ്രതിഭകളായ CG അമ്പിളി, തപസ്യ സുനീഷ് എന്നിവർക്ക് പ്രതിഭാ പുരസ്കാരവും സമ്മാനിക്കും. ആലത്തൂർ MP K രാധാകൃഷ്ണൻ, പിന്നണി ഗായിക നിത്യ മാമൻ, 24 ന്യൂസിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം എന്നിവർ മുഖ്യാതിഥികളാകും. MLAമാരായ UR പ്രദീപ് +2 പുരസ്കാര വിതരണവും, VT ബൽറാം SSLC പുരസ്കാരദാനവും, NK അക്ബർ സ്കോളർഷിപ്പ് വിതരണവും ഉദ്ഘാടനം ചെയ്യും. കാരുണ്യമിത്ര പുരസ്കാരം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സമ്മാനിക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിക്കും. ചടങ്ങിന് മുന്നോടിയായി മ്യൂസിക് ഫ്യൂഷനും ഉണ്ടാകും. ചടങ്ങ് CCTVയിലൂടെയും ജില്ലാ വ്യാപകമായി TCV ഉത്സവ് ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, ചെയർമാൻ KR അനന്തരാമൻ, ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ് എന്നിവർ പങ്കെടുത്തു.
കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ കൊപ്പം പഞ്ചായത്തിലെ ആമയൂർ വെട്ടിക്കാട് തോട്ടിലെ വെള്ളം ആമയൂർ പാടത്തേക്ക് കയറി കൃഷിനാശം. 10 ഏക്കറിൽ കൃഷി ഇറക്കാനുള്ള ഞാറ് പാകിയത് വെള്ളത്തിനടിയിലായി. സമീപത്തെ വീട്ടുവളപ്പിലേക്കും വെള്ളം കയറിയിരുന്നു. ശക്തമായ മഴയിലാണ് ആമയൂർ പാടശേഖരത്തിലെ 10 ഏക്കർ സ്ഥലത്തേക്ക് പാകിയ ഞാറ് വെള്ളത്തിനടിയിലായിരിക്കുന്നത്. ആമയൂർ വെട്ടിക്കാട് തോട്ടിൽ നിന്നുമുള്ള വെള്ളം പാടത്തേക്ക് കയറിയതാണ് കൃഷിനാശത്തിന് ഇടയാക്കിയിരിക്കുന്നത്. പാടശേഖരത്തിൽ വീണ്ടും ഒന്നാം വിള നെൽകൃഷിക്കായി ഞാറ് പാകേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ കർഷകർ. ആമയൂർ വെട്ടിക്കാട് പാടശേഖരങ്ങളിലേക്ക് ജലസേചന സൗകര്യമൊരുക്കുന്ന ആമയൂർ വെട്ടിക്കാട് തോട് 10 വർഷത്തിലേറെ കാലമായി നവീകരിച്ചിട്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ച കോൺക്രീറ്റ് തടയണയാണ് മഴക്കാലത്തെ പാടശേഖരത്തിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയെന്നാണ് കർഷകരുടെ പരാതി. ശക്തമായ ഒരു മഴ പെയ്തപ്പോഴേക്കും ഏക്കർ കണക്കിന് പാടശേഖരം വെള്ളത്തിനടിയിലായി. ആമയൂർ പാടശേഖരത്ത് 1ഉം 2ഉം വിള നെൽകൃഷി ചെയ്യാറുണ്ട്. ഒന്നാം വിളയ്ക്കായി വിത്ത് പാകിയതാണ് മഴയിൽ നശിച്ചത്. സമീപത്തെ വീട്ടുവളപ്പിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. മയിലാടിപ്പാറിൽ നിന്ന് ഒഴുകി വരുന്ന ആമയൂർ പാടശേഖര സമിതി, വെട്ടിക്കാട് പാടശേഖര സമിതിയിലൂടെ കൃഷിയിടത്തിൻ്റെ ഇടയിലൂടെ പോകുന്ന തോടാണ് ഇപ്പോൾ ഈ മൂടിക്കടന്ന് നേരായ രീതിയിൽ വെള്ളം പോകാതെ കിടക്കുന്നത്. ഇത് നമ്മളെ കൃഷി ഇറക്കുന്നതിൻ്റെ വിഷയത്തിലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ പരിസര പ്രദേശമായിട്ടുള്ള ഈ സ്ഥലത്ത് നിൽക്കുന്ന ഈ വീടിലേക്ക് വെള്ളം കയറുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. കൃഷി ഇറക്കാണ്ട് ഇനി കൃഷി ഇറക്കുന്ന സമയത്ത് ഇത്രയും വെള്ളം നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ അതിന് തടസ്സമാവും. പിന്നെ ഈ തോട് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ തോട് പുനഃക്രമീകരിക്കണം. അതായത് മണ്ണ്, ചളി, പൊന്ത ഒക്കെ കെട്ടിക്കിടന്ന് ഇതിനെ വെള്ളം ശരിയായ രീതിയിൽ പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. വേനൽക്കാലത്തും അതിൻ്റെ മുൻകാലങ്ങളിലും നമ്മളിത് സൂചിപ്പിച്ചിട്ടുണ്ട്. വേണ്ടപ്പെട്ടവരോട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീട്ടിലേക്കുള്ള വഴിയും വെള്ളത്തിനടിയിലാണ്. തോട്ടിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ചും അടിഞ്ഞുകൂടിയ മണ്ണും കല്ലുമെല്ലാം നീക്കം ചെയ്തും നവീകരിച്ചിരുന്നുവെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവില്ലെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. പ്രദേശത്തെ സ്കൂളിലേക്കും ഈ വഴിയാണ് നിരവധി കുട്ടികൾ പോകാറ്. എന്നാൽ അതിനൊന്നും കഴിയാത്ത വിധമാണ് ഇപ്പോഴത്തെ സ്ഥിതി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മഴ തുടങ്ങിയാൽ ഈ പാടശേഖരം വെള്ളത്തിലടിയിലാവുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും ഇവിടുത്തുകാർ പറയുന്നു. ഒരു ബണ്ടുണ്ട് ഇവിടെ ഈ റോഡിൻ്റെ ആ സൈഡിൽ. അതിപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ഒരു 5-6 വർഷമായി ഇപ്പോൾ അത് വന്നിട്ട് അത് കെട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ വെള്ളം ഇങ്ങനെ ഇതായി വരുന്നത്. ഒരു ഇത്രയും വരുന്ന വെള്ളമൊക്കെ പാടെ പോകാൻ ഒരു 4 അടി 5 അടി വീതിയുള്ള ഒരു ഗ്യാപ്പാണ് അത് ആകെട്ടിക്കുന്നത്. ഇത്രയും വെള്ളം അവിടുന്ന് മയിലാടി ഉണക്കുക വരുന്ന അത്രയും വരുന്ന വെള്ളം കേക്കാരുമെന്നൊക്കെ പാടെ വരുന്ന ഈ വെള്ളം ഈ തോടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് പിന്നെ കുടുസായിട്ട് അതിൽ കൂടെ പോകുന്നത്. അത് കാരണമാണ് ഇങ്ങനെ വെള്ളം ഇവിടെ ഇങ്ങനെ കയറുന്നത്. നമ്മളിവിടെ ഈ 2ാമത്തെ കണ്ടത്തിൽ അവിടെ ഞാറിട്ടിട്ടുണ്ട്. ഇതൊക്കെ മൊത്തമുള്ള ഏകദേശം 10 ഏക്കറേക്കുള്ള ഞാറാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതിൽ പോയിട്ടുണ്ടാകും. എന്താ ഉണ്ടാകുകയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് അർജന്റീന ഫാൻസ് ആണ്. വേണമെങ്കിൽ 1000 KSRTC ബസ്സുകൾ വാങ്ങാനുള്ള കഴിവ് തങ്ങൾക്കുണ്ട്. അർജന്റീന കൊടിയിൽ കെട്ടിയ കല്ല് തട്ടി KSRTC ബസിന്റെ ചില്ല് തകർന്ന സംഭവത്തിൽ മാസ് പ്രതികരണവുമായി അർജന്റീന ഫാൻസ് രംഗത്ത്. ചില്ല് തകർന്ന സംഭവത്തിൽ തങ്ങളെ ട്രോളിയവർക്ക് അർജന്റീന ഫാൻസ് നൽകിയ മാസ് മറുപടിയാണിപ്പോൾ വൈറലാകുന്നത്. വെറും വാക്കിലല്ല, KSRTCക്കുണ്ടായ നഷ്ടം കൃത്യമായി പരിഹരിച്ച് പണം കൈമാറിയ ശേഷമാണ് അർജന്റീന ഫാൻസ് അസോസിയേഷന്റെ ഈ വെല്ലുവിളി. കഴിഞ്ഞ ദിവസം തൃത്താല പട്ടിത്തറ ചിറ്റപ്പുറത്ത് വെച്ചായിരുന്നു വിവാദത്തിനാസ്പദമായ സംഭവം. റോഡിനു കുറുകെ കെട്ടിയിരുന്ന അർജന്റീനയുടെ പതാകയിലെ കല്ല് തട്ടി KSRTC ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയയിൽ കളിമാറി. ബ്രസീൽ ഫാൻസ് ഉൾപ്പെടെയുള്ള എതിർ ടീമുകാർ അർജന്റീനൻ പണി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ ട്രോളുകളുമായി രംഗത്തിറങ്ങി. ഫാൻസ് ഗ്രൂപ്പുകളിൽ പോരും മുറുകുന്നതിനിടെയാണ് അർജന്റീന ഫാൻസ് അസോസിയേഷൻ വേറിട്ട നീക്കവുമായി രംഗത്തെത്തിയത്. ട്രോളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ മറുപടി പറയുന്നതിനു പകരം KSRTCക്ക് സംഭവിച്ച നഷ്ടം നേരിട്ട് നികത്താനാണ് പട്ടിത്തറ പഞ്ചായത്ത് അർജന്റീന ഫാൻസ് തീരുമാനിച്ചത്. തുടർന്ന് തൃത്താല പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബസിന്റെ ചില്ല് മാറ്റുന്നതിനുള്ള നഷ്ടപരിഹാര തുക ഇവർ KSRTC ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് കൈമാറി. ഇത് അർജന്റീന ഫാൻസ് ആണ്. വേണമെങ്കിൽ 1000 KSRTC ബസ്സുകൾ വാങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. തുക കൈമാറിയ ശേഷം ഫാൻസ് പ്രതിനിധികൾ നടത്തിയ ഈ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറി.
തങ്ങളെ ട്രോളിയവർക്ക് നഷ്ടപരിഹാരത്തുക കൊടുത്ത ശേഷം മറുപടി നൽകിയ അർജന്റീന ആരാധകരുടെ ഈ മാസ് ഡയലോഗ് ഇപ്പോൾ ഫുട്ബോൾ ഗ്രൂപ്പുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. അപ്പൊ കുറെ ബ്രസീലിയൻ ഫ്രാൻസുകാരൊക്കെ പറഞ്ഞു, അങ്ങനെ പല ട്രോളുകളും ഇതൊക്കെ ഇറങ്ങിയിരുന്നു. അവരോടൊക്കെ പറയാനുള്ളത്, ഇത് നിങ്ങളല്ല, ഇത് അർജന്റീനയാണ്. ഇനി ഇതിന് പകരം 1000 ബസ് മേടിച്ചു കൊടുക്കാനുള്ള കഴിവ് അർജന്റീനക്ക്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് ആളുകൾ ട്രോളുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ പട്ടിത്തറ പഞ്ചായത്ത് അർജന്റീന ഫാൻസിന് അതിന്റെ നഷ്ടപരിഹാരം KSRTCക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതിനോട് സംബന്ധിച്ചിട്ട് നമ്മളെ KSRTC ഡിപ്പോക്കും അതിന്റെ സ്റ്റാഫുകൾക്കും അതിൽ ബുദ്ധിമുട്ട് വന്നതിൽ നമ്മൾ അതിൽ ചെറിയ കുട്ടികൾ അവരുടെ ഇഷ്ടപ്രകാരം ചെയ്ത ഒരു പണിയാണ് കൊടി കെട്ടല്. അപ്പൊ അതിന് അവരറിയാതെ കല്ല് കെട്ടി, അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയതാണ്. അപ്പൊ ഇതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ KSRTCക്കും അവരുടെ സ്റ്റാഫുകൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഓൾ കേരള അർജന്റീന ഫാൻസിന്റെ പേരിൽ നമ്മൾ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങയിൽ തകർന്ന സർവീസ് റോഡിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ അടുത്ത ദിവസം മുതൽ ആരംഭിക്കും. പാടത്തെ വെള്ളം വലിയ പൈപ്പുകൾ വഴി പോകാനുള്ള സംവിധാനം ഒരുക്കിയാണ് പുനർനിർമ്മാണ പ്രവൃത്തികൾ നടത്തുക. പ്രവൃത്തികൾ പൂർത്തിയാകുന്നതുവരെ ഗതാഗത നിയന്ത്രണം തുടരും. പട്ടാമ്പി നിളാശുപത്രി മുതൽ ഷൊർണൂർ IPT കോളേജ് വരെയുള്ള പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായാണ് ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങൽ പാടത്തെ തോട്ടുപാലം പുതുക്കി പണിയുന്നത്. പാടത്തിലൂടെ സമാന്തര റോഡ് നിർമ്മിച്ചാണ് നിലവിലെ പാത പൊളിച്ച് പുതിയ പാലത്തിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസത്തെ മഴയിലാണ് സർവീസ് റോഡ് ഇടിയാൻ തുടങ്ങിയത്. തുടർന്ന് തോട്ടിലൂടെ വരുന്ന വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിനായി സർവീസ് റോഡ് വെട്ടിപ്പൊളിക്കുകയും ചെയ്തു. ഇതോടെ ഈ പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. വൈകുന്നേരത്തോടെ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചാണ് ഇരുഭാഗങ്ങളിലേക്കുമുള്ള ആളുകൾക്ക് പോകുവാനുള്ള സംവിധാനം ഒരുക്കിയത്. റോഡിന്റെ ഒരു വശത്ത് നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് ബസ് സർവീസും നടക്കുന്നുണ്ട്. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതോടെ പാതയിൽ യാത്രാ ദുരിതം വ്യാപകമാണ്. നിലവിൽ ശനിയാഴ്ച വരെ പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ വിട്ടുനിന്നാൽ 2 ദിവസത്തിനകം സർവീസ് റോഡിന്റെ തകർച്ച പരിഹരിക്കാനാവുമെന്നാണ് അധികൃതർ പറയുന്നത്. ഇതിനു മുന്നോടിയായി വലിയ പൈപ്പുകൾ സ്ഥാപിച്ച് തോട്ടിൽ നിന്നുമുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ക്രമപ്പെടുത്തും. അടുത്ത ദിവസം തന്നെ പൈപ്പുകൾ എത്തിച്ചുള്ള പ്രവൃത്തികൾ തുടങ്ങുമെന്നാണ് സൂചന. സർവീസ് റോഡിന് കുറുകെ വലിയ പൈപ്പുകൾ സ്ഥാപിച്ചാൽ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. തുടർന്ന് സുരക്ഷ ഒരുക്കി പാതയിലൂടെ വാഹന ഗതാഗതം സാധ്യമാക്കാനാണ്. എന്നാൽ മഴ തുടർന്നാൽ പ്രവൃത്തികൾ വഴുകും. നിലവിലെ ഓവുപാലത്തിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് സമയമെടുക്കും. സർവീസ് റോഡിന്റെ തകർച്ച പരിഹരിക്കാനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. നിലവിലെ അവസ്ഥയിൽ ഇതിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ ദിവസങ്ങൾ എടുക്കുമെന്നാണ് സൂചന. അതുവരെ പാതയിൽ ഗതാഗത നിയന്ത്രണം തുടരും. നിലവിൽ ഓങ്ങല്ലൂരിൽ നിന്നും മരുതൂർ വഴിയാണ് പല വാഹനങ്ങളും പട്ടാമ്പിയിലേക്ക് എത്തിപ്പെടുന്നത്. ഇത് അപകടങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യത്യസ്ത അപകടങ്ങളാണ് ഈ പാതയിൽ ഉണ്ടായത്. ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങൽ പാടത്തെ പാലം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങലിൽ നടക്കുന്ന പാല നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം മഞ്ഞളുങ്ങലിൽ താൽക്കാലികമായി നിർമ്മിച്ച സർവീസ് റോഡ് ഇടിഞ്ഞതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. DCC ജനറൽ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് യൂസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷക്കീല, ഷാഹിന, കോൺഗ്രസ് നേതാക്കളായ അബൂബക്കർ സിദ്ദീഖ്, റഫീഖ്, അസ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഴ ഉണ്ടാവുന്ന അറിയാത്ത ഒരാൾ പോലുമില്ല. പക്ഷേ ഇവിടെ ഈ വർക്കെല്ലാം നിർത്തി ഈ മഴക്കാലത്തോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ഈ തോട്ടുപാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൽ ഇടപെടാനോ ഈ നാട്ടിലെ ഒരു MLA ഈ പ്രദേശത്ത് ഈ 2ാമത്തെ തവണയാണ് ഈ വർഷത്തിൽ ഈ റോഡ് ഇവിടെ വെട്ടിക്കീറി ഇതിന്റെ ഗതാഗതം തന്നെ ഇവിടെ സ്തംഭിച്ച് പുനരാരംഭിച്ചിട്ട് 2 പ്രാവശ്യം നിർത്തിവെച്ച് തുടങ്ങിയതാണ്. പക്ഷേ ഈ MLAയുടെ ഒരു സാന്നിധ്യം പോലും ഈ പ്രദേശത്തോ അല്ലെങ്കിൽ ഇതിന്റെ ഇടപെടലുകളിലോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ MLAക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇന്നിവിടെ
ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ മഞ്ഞളുങ്ങൽ തോടിന് കുറുകെയുള്ള പാലം പൊളിച്ചു മാറ്റിയതിലെ അശാസ്ത്രീയതയും നിർമ്മാണ ചുമതലയുള്ള കോൺട്രാക്ട് കമ്പനിയുടെ അനാസ്ഥയ്ക്കുമെതിരെ മുസ്ലിം ലീഗ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സംഗമം തീർത്തു. കോൺട്രാക്ട് കാലാവധി കഴിഞ്ഞ് 1 വർഷത്തോളമായിട്ടും നിർമ്മാണം പൂർത്തിയാകാത്തതിൽ പ്രതിഷേധം ഉയർന്നു. ജില്ലാ കമ്മിറ്റി അംഗം AK അക്ബർ ഉദ്ഘാടനം ചെയ്തു. VT സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. KM മുജീബുദ്ദീൻ, VM ഷെരീഫ്, V അബ്ദുള്ളക്കുട്ടി, MM ഹസൻകുട്ടി, റാഷിദ് കാരക്കാട്, V അബൂബക്കർ എന്നിവർ സംസാരിച്ചു. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് KRFB റോഡ് ഏറ്റെടുത്തുകൊണ്ട് 62 കോടി രൂപ ചെലവഴിച്ച് ഇന്ന് എവിടെയും കാണാത്തൊരു റോഡ് പട്ടാമ്പിക്ക് സംഭാവന ചെയ്യുന്നു എന്ന് MLA ഈ ജനങ്ങളുടെ മുമ്പിൽ അവകാശവാദം ഉന്നയിക്കുകയും 3 വർഷം മുമ്പേ 2023 ജൂൺ 19 പണി ആരംഭിക്കുകയും ചെയ്ത് ഈ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന് പറഞ്ഞ് IPTയുടെ മുമ്പിൽ നിന്നും ആരംഭിച്ചൊരു റോഡാണ് ഇന്ന് 2026 ജൂൺ മാസം 16-ാം തീയതി ആകുമ്പോൾ പോലും ഈ അവസ്ഥ ഇവിടെ സംജാതമായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ജാസ്മിൻ കോൺട്രാക്ടേഴ്സ് എന്ന് പറയുന്ന ടീം ടി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള കോൺട്രാക്ടറാണ് ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. തുടക്കത്തിലെ ഇത് പാളിയിട്ടുണ്ട്. IPTയുടെ മുമ്പിൽ ഇടേണ്ട ഒരു ചെറിയ പാലമില്ലാതെ ഒരു വലിയ റോൾ ഇട്ടിട്ടാണ്, ഒരു വലിയ പൈപ്പ് ഇട്ടിട്ടാണ് ആദ്യം തന്നെ ഈ റോഡിൽ അപാകത വരുത്തിയത്. ശേഷം പണിത റോഡ് പൊളിച്ചിട്ടാണ് അവിടെ പാലം നിർമ്മിച്ചത്. ഇവിടെയുള്ള ഈ പാലം 3 വർഷം. സൗത്ത് തൃത്താല ആടുവളവ് സ്വദേശിയായ യുവാവ് ദുബായിൽ കുഴഞ്ഞു വീണു മരിച്ചു. പരേതനായ കൊപ്പത്ത് കുഞ്ഞുമോൻ മകൻ അൻവർ സാദിഖാണ് മരിച്ചത്. 42 വയസ്സാണ്. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം രാത്രി 12 മണിക്ക് ദുബായിൽ വെച്ച് ഷട്ടിൽ കളിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുടുംബസമേതം ദുബായിൽ താമസിച്ചു വരികയായിരുന്നു. മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിക്കും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.